ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നന്മാസ് നിറങ്ങളിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ഇന്നലെ വൈകുന്നേരം ഉണ്ടല്ലോ, ഞങ്ങൾ വീട്ടിൽ വൈകുന്നേരം വെറുതെ ഇരുന്നപ്പോഴത്തേക്കും നമുക്ക് തോന്നി ഒരു പാർക്കിലൊക്കെ ഒന്ന് പോയി ഒന്ന് ഫ്രഷായിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്ക് പോയ വീഡിയോ ആണ് ഇത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് കണ്ടതൊന്നുമില്ല, ഇത് ചെറിയൊരു വീഡിയോ ആണ്, എല്ലാവരും കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതുണ്ടോ, പാർക്ക് നമ്മൾ വീട്ടിൽ അടഞ്ഞുകൂടി ഇരിക്കുമ്പോഴത്തേക്കും അവിടെ നിന്നൊന്നും ഒരു റിലാക്സേഷൻ, നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ് കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും കണ്ടില്ലേ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും. ഇത് ആപ്പിളാണ്, ഗ്രീൻ ആപ്പിൾ. ഇവിടെ നിന്ന് ആരും പറിക്കൊന്നുമില്ല, ഇത് ബേഡ്സിനൊക്കെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കുറേ കണ്ടു. പിന്നെ അവിടെ കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കണ്ട് കുറേ ചില്ലായി. അവിടുത്തെ പിള്ളേരൊക്കെ ഓടി കളിക്കുകയൊക്കെ ചെയ്തു. കുറേ നേരം ഞങ്ങൾ അവിടെ നിലത്തിരിക്കുകയൊക്കെ ചെയ്തു. ഒത്തിരി പേര് പാർക്കിൽ കൂടെ വന്നു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് ഇതാണ്ട് നിലത്തിരുന്ന് എന്തോ കാര്യമായിട്ട് ഉണ്ടാക്കിയാണ്. നമുക്ക് നോക്കാം പുള്ളി എന്നാണ് ഉണ്ടാക്കി വരുന്നത്, ഫൈനൽ സ്റ്റേജ് എന്താണെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തായാലും പുള്ളി ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. പിള്ളേരും കൂട്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ പാർക്കിൽ ചെന്നപ്പോഴത്തേക്കും ഉണ്ടാകുന്ന സുഖമുണ്ടല്ലോ, ഭയങ്കര സുഖമാണ്, ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സുഖമാണ്. നമുക്ക് ആ ഫ്രഷ് എയറും കാര്യങ്ങളും നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ നമ്മുടെ തലച്ചോറും ഒക്കെ ഒരു വേറെ അല്ലേ, വേറൊരു ഒരു ശരിക്കും പറഞ്ഞാൽ വേറെ ലെവലിലേക്ക് പോകും കേട്ടോ. ഫ്രഷ് എയറും കാര്യങ്ങളൊക്കെ കൊള്ളുമ്പോഴത്തേക്കും അത് നമ്മൾ അനുഭവിക്കുന്നവർക്ക് അതറിയത്തുള്ളൂ. അപ്പോൾ എന്താണ്, അങ്ങനെ പാർക്കിൽ പോയി കുറേ നേരം നിലത്തൊക്കെ ഇരുന്നു. എന്ത് രസമുണ്ട് ആ കാറ്റും വെളിച്ചവും പിന്നെ ആ ഒരു തണുപ്പും ഒക്കെ ഉള്ളപ്പം ഒരു പ്രത്യേക സുഖം തന്നെയാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെ ഇതുണ്ട്, നമ്മുടെ നാട്ടിലത്തെ പോലെ പുല്ലാണ് ഇത് മുഴുവൻ, നമ്മുടെ നാട്ടിലത്തെ അതേ ടൈപ്പിലുള്ള പുല്ല്. പിന്നെ കുറേ ഉണ്ണീച്ച പുല്ലുകളും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്മസിലൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, നീളത്തിലിങ്ങനെ പുല്ല് അതെല്ലാം ചെത്തി നമ്മുടെ പുൽക്കൂടിൻ്റെ മുകളിൽ കൂടെയൊക്കെ വെക്കുന്നത് കണ്ടിട്ടില്ലേ, അതേ പുല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കണ്ടോ, ഈ പുല്ലെല്ലാം എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ അത് പുള്ളി അതൊക്കെ പറിച്ചാണ് എന്തോ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഫൈനൽ സ്റ്റേജ് കാണാം എന്നെ ഉണ്ടാക്കുന്നതെന്ന്. എന്തായാലും പിള്ളേരെ കൂടെ കുറേ ഓടിച്ചാടി പാട്ടുപാടി നടക്കുകയൊക്കെ ചെയ്തു. പിന്നെ അതാണ്ടേ അവസാനത്തെ സ്റ്റേജാണ്, നിങ്ങൾ കണ്ടോ എന്താണ് പുള്ളി ഇത്രയും നേരം കഷ്ടപ്പെട്ടുണ്ടാക്കുന്നിരിക്കുന്നത് കണ്ടോ. പുല്ലുകൊണ്ടൊരു വള, എനിക്കാണ് അതും കൈപിടിയുള്ള വള. ഈ ഉലകത്തിൽ ആരും ഒരു കമ്പനി പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കുകയല്ല കൈപിടിയുള്ള വള. എന്തായാലും പുള്ളി പറയുന്നത് ഒന്നും തന്നില്ലെന്ന് വിചാരിക്കരുത്. അതുകൊണ്ട് എനിക്ക് വേണ്ടി കാര്യമായിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. എന്തായാലും വളരെ താങ്ക്സ്. അപ്പോൾ ഞാൻ ആ വളയിട്ട് വളരെ അഹങ്കാരത്തോടി ഉലകത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയ പുല്ലുകൊണ്ടുള്ള വളയല്ലേ, അപ്പം ഞാൻ അത് വിട്ടുകൊണ്ട് അഹങ്കാരത്തോട് ഞാൻ നടന്നു കേട്ടോ പാർക്കിൽ കൂടെ. അപ്പോഴാണ് വിജനതയിലൂടെ ഒരു എയ്റോപ്ലെയിൻ ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു പോകുന്നത് കണ്ടു. അപ്പോൾ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണുക, കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.